പെണ്ണാണോ വന്നിരിക്കുന്നത്? കണ്ടാ 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 സിമന്റ് കയ്യിലൊക്കെ തേച്ചേക്കാം. ആകെ ടയേർഡായി. 11 മണിയുടെ ഇടച്ചായ കുടിക്കാൻ പോയാലോ? ഇടുന്നല്ല ഇതേ കണ്ട ഈ സൈഡിൽ കൂടെ അവിടെ ഒരു തുണ്ട് കിടക്കണം. അവിടെ നീക്കി വെച്ചു ഇപ്പട്ട സൈഡിൽ ചുള്ളിയൊക്കെ ഞാൻ വരുമ്പോൾ നുള്ളി പറിച്ചിടുന്നതാണ്. ഞാൻ കിടന്നോണ്ട് കൊള്ളാം. തെറ്റിലുണ്ട്. പൈനാപ്പിൾ പുളിശ്ശേരി അല്ലേ? പൈനാപ്പിൾ പുളിശ്ശേരി, മാങ്ങ ഇത്ര എടുത്തോളൂ. മതിയാകുമല്ലോ മീനിന്. ഒരുപാടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് അരിഞ്ഞിടാൻ. അതെ ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട് ഒരു വെള്ളം തന്നെ കഴിച്ചില്ലാണോ? മൂന്ന് കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ചേച്ചിയെ 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 ഞാൻ എന്താ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു.
കുറച്ച് തിളക്കട്ടെ, നല്ല ചൂടാവട്ടെ. കാരണം വെള്ളം ഒത്തിരി ഉണ്ട് അത്. കാലം പോട്ടെന്ന് വെച്ചിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തൊരു കാണിക്കാൻ വേറെ എത്രയോ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല അരി എടുത്ത് തരണോ? അല്ല മലയാളം പറയണത് അതിന് ഇഷ്ടമല്ല. എടാ കണ്ണാ, ഇത് എന്നാത്ത ചാതല്ലോ. ആ ഓക്കെ. ഇപ്പോഴാണ് പാചകക്കാരായത് കണ്ടാ. കാറ്ററിംഗ് സർവീസ് തുടങ്ങിയാലോ? കാറ്ററിംഗ് സർവീസ് വല്യമ്മേനെ ഹെഡ് എല്ലാം നോക്കി പറഞ്ഞു കൊടുക്കണം. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പഠിച്ചിട്ടുള്ളൂ. വാ വാ വാ. മീനിനൊക്കെ കുറച്ച് മതി. ആ ആ ഉപ്പേരിക്ക് വേണം. മരുന്നിക്ക് കുറച്ച് ഇടും. ഞാൻ പക്ഷെ കൂടുതൽ ഇടും. അങ്ങനെ തികയില്ലേ? തികയെ 3 ഉള്ളൂ, അത് മതി. ആ അപ്പം മീനിനൊക്കെ കുറച്ചല്ലേ എടുക്കും. പക്ഷെ ചാറ് വേണ്ടേ മരിച്ചിനിക്ക്? ചെലച്ച കാണിക്കാം. ആ വാ വാ. കൊണ്ടുവരുമോ? അരിഞ്ഞേറ്റിട്ട് കൊണ്ടുവരുമോ? ഏട്ടായി കോഫി. പെണ്ണാണോ വന്നിരിക്കുന്നത്? എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ ഇരിക്കണല്ലേ? കാണാനൊന്നും കൊള്ളിയല്ല സാറേ. ഓ സാറേ, എനിക്കതിന് മീൻ വെക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പും ഉപ്പ്, മുളക് പൊടി, എണ്ണ, കടുക് കറിവേപ്പില അവിടെ വേണമെന്ന് പറഞ്ഞ് അതിന് വെളുത്തുള്ളി തിരിച്ചിട്ടല്ല. അതിന് വേണം. അപ്പോഴത്തേക്ക് അത് അമ്മ ശകലം മതിയൊന്നു. മഴ തൂച്ചു കൂട്ടായ അതല്ല ഒഴിക്കല്ല. വെള്ളം വേണം, കുറച്ച് വെള്ളം എടുക്കണ്ടോ? അവിടെ നിർത്തണ്ടോ? ഈ തൈര് ചിലപ്പോൾ ഒഴിക്കുമ്പോൾ പുളിപ്പുണ്ടാകുന്ന തൈര് അടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ വെള്ളമാകും. തൈര് ഒഴിക്കാം.
ഞാൻ വിചാരിച്ച അതില് ഇതാക്കണം നോക്കാം. അത് നല്ല തിളച്ചിട്ട് തൈര് ഒഴിച്ചിങ്ങനെ. ഇതാരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ജനകോടികൾ നമ്മെ കാപ്പായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ നമ്മളെ കുടുംബശ്രീ കൂട്ടായ്മയിൽ യൂണിറ്റുകളല്ല നിങ്ങൾ, മെമ്പർഷിപ്പ് തരൂല. ചില വീടുകളിലൊന്നും നമ്മൾ ഞാനും ഇല്ലടി, ഇവരൊക്കെ തന്നെ ഉള്ളു. ജോലി ചെയ്യുന്നവരെ കാണും. ചുമ്മാ ഉള്ളി കളിക്കുന്ന ജോലിയില്ലേ, അരിയുന്ന ജോലിയില്ലേ. നടക്കട്ടെ മതിയാ. പേസ്റ്റ് രൂപത്തിലാക്കി കേട്ടാ, പേസ്റ്റ് രൂപത്തിലാക്കി കേട്ടാ. അടിയിൽ നല്ല ഇതാക്കും. വീഡിയോ എടുക്കല്ലേ ഫ്ലോപ്പായി. അയ്യോ എനിക്ക് വീഡിയോ വേണ്ടേ. അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? മതിയാവും. ഇതിലുള്ള തൈര് ഊറ്റി മതിയാ? അത് മുളക് പൊടി ആണെങ്കിൽ തരാം. ഇനി കളർ ചെയ്യണ്ട, മതി മഞ്ഞ മതി. ഇഷ്ടമല്ല പപ്പടം കാച്ചിട്ട് ബാക്കി നീ മാറി തിരുവോണ 26, ഉത്രാട 25. മതി 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 മതി, ധാരാളം. ഇന്നലെ അതിന്റെ സത്തം കൊണ്ട് ഇറങ്ങും. ഇപ്പൊ തോനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ മതിയാവും. വെള്ളം വേണ്ടേ? വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. തോണ്ടേട്ടോ, ഇതിലില്ലടാ, ഇനി ഇടണം.
പേടി നോക്ക് അന്തരവാ മസാല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നോക്ക് ഇളക്കി നോക്ക് മതിയാവും. പുളിയും കൂടെ ഒഴിക്കാം. ഉപ്പ് തീർന്നു മാമി, ഉപ്പ് തീർന്നു. ഇനി ചോദിക്കല്ലേ. അല്ല അല്ല പിന്നെ മതിയാവും, വെള്ളം മതിയാവും. എടായി കോഫി. നീതുവാണെന്ന് ആക്റ്റീവ് ഏട്ടാ. ഇന്നത്തെ കപ്പ് കൊണ്ടുപോയി നീതു. അയ്യോ എന്റെ കാലി കൊണ്ടൊഴിച്ചറില്ലേ, അയ്യോ എന്റെ കാലി കൊണ്ടൊഴിച്ചറില്ലേ. മാമി കാശ്മീരി ചില്ലി ഇടണോ? എന്തേ ഉണ്ടാ ഉണ്ടാ? അതെ ഞാൻ എൻ്റെ വിശ്വാസം. മീനിടൽ ചടങ്ങ് നടക്കുകയാണ്. ഹലോ, വീട്ടിൽ സമയം 11:45. ആ, മീനിട്ട സമയം, മസാല പിടിക്കാനുള്ള സമയം, എല്ലാം ഓക്കെ. നോക്കി ഉപ്പും പുളിയും നോക്കിയിട്ട് അത് ഉരുവപ്പൊടിയാണ്, സ്പൂണിൽ പോയി കഴിച്ചു കളയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ അരപ്പങ്കിൽ നമ്മൾ കൂട്ടുമ്പോൾ പറ്റിയതൊക്കെ മതിയാ നോക്ക്. അതിനെടുത്തിപ്പുറത്ത് വെച്ചാൽ മതിയല്ലോ. അതിൽ ഈ കല എടുത്ത് പുറത്ത് വയ്ക്കും. ഇത് നല്ല തീയാണ്, അത് പെട്ടെന്ന് കയറും. പൊരിക്കാൻ കുറച്ച് മതിയല്ലോ. അമ്മ ഞാൻ പിടിക്കാം. അമ്മ എപ്പിടി ഇത് പിടി, അച്ഛത് പിടി, ഞാൻ എടുക്കാം. തീ വെക്കായിരിക്കും. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. അടക്കട്ടെ. കരിയാപ്പല അവിടെ നിന്ന് എടുക്കണം. കമ്പും കൂടെ അങ്ങ് വെച്ചോളൂ. കൊണ്ടുവച്ചേക്കിന് ആരും എടുത്തില്ല. കുറച്ചാണല്ലേ അമ്മ പൈപ്പടച്ചേ. അല്ല കാപ്പി കഷ്ണം ഇടാം. കഷ്ണം ഇട്ടിട്ട് കഷ്ണം ഏറ്റവും അവസാനം വരാൻ ചിലപ്പോൾ പൊടി ഇല്ലമ്മ പൊടിഞ്ഞു പോവില്ലെങ്കിൽ എല്ലാം കൂടെ വരിട്ടാലേ പൊടിഞ്ഞും പോകും. വേറെ ഇല്ല, കരിയും ചെയ്യും. അപ്പം നിങ്ങളെ വെള്ളമൊക്കെ കുടിച്ചിട്ടല്ലേ പിന്നെ നമ്മൾ തുടങ്ങി. പിന്നെ നമ്മളതിലേ വരാം. നമ്മളിവിടെ പോകുന്നു. അവിടെ എത്തിയില്ലേ? കണ്ണ എത്തിയില്ലേ? കണ്ണ വന്നില്ലേ?
കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. പതിനൊന്നാമത് കുടുംബസംഗമം. വേറെ ഒന്നുമില്ല. എന്നാ പൊടി അത് ഒന്നും വിട്ടുപോലേ, ഒന്നും വിട്ടുപോലേ. വെജിറ്റബിൾ 275, മീൻ മരിച്ചിന് 850. വേറെ ഒന്നും ചെലവായില്ലല്ലോ. 850 വേറെ ചെലവായില്ല. 1553. അതെന്തിരി പൊട്ടിക്ക് പകുതി തരുമോ? 100 രൂപ ബാക്കി വേണ്ടെന്നോ? ഞാൻ ക്യാഷറായിട്ട് എല്ലാവർക്കും കൊണ്ടുപോവാം. നോ എന്നേ പറയൂ, ആദ്യം നോയെ പറയൂ. ഒരു കാര്യം ചെയ്യും. താങ്ക് യു. ഒരു സൈഡ് ഇട്ട് ശരി കിട്ടിയായിരുന്നു. താങ്ക് യു. കവർ മാത്രമേ ഉള്ളൂ അതിനകത്ത്. മോണിച്ചേട്ടൻ അങ്ങനെ പറയില്ല കേട്ടോ, ഒന്നാ പേടിച്ച് നിൽക്കുകയാണ്. എന്നാ പേടിയുള്ള മോണിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. ആ അപ്പൊ ഇനി പ്രീത ചേച്ചിയുടെ പൈസ വരാറുണ്ട്, സതീഷ് ചേട്ടന്റെ പൈസ വരാറുണ്ട്. ബാക്കി ഉണ്ടോ നോക്ക്. അപ്പൊ നമുക്ക് 1400 രൂപ ജിപേ ആയിട്ട് മോണിച്ചേട്ടന് വന്നു. അല്ല, അതായത് 500 രൂപ ഞാൻ അയച്ചിരുന്നു, 400 രൂപ അന്ന് അയച്ചു, 900 400 രൂപ മോള് പിന്നെ അയച്ചിരുന്നു. 13,300 1300 രൂപ ജിപേ ആയിട്ട് വന്നു, 700 രൂപ ക്യാഷ് ആയിട്ട് വന്നു. നമ്മൾ ഈ രേഖകൾ എഴുതാത്തുണ്ട്. അപ്പൊ ബാക്കി അവരെ കൂടെ വാങ്ങിച്ച് ക്ലോസ് ചെയ്തത്. അവരെ തരപ്പഴേ 7,340 ആവുള്ളൂ. ഇപ്പൊ 6,640 നമ്മളേ ഉള്ളൂ. ഇതിൽ 6,640 ഉള്ളൂ. സായിഷേട്ടൻ പ്രിയ ചേച്ചിയും കൂടെ 700 രൂപ തന്നാലേ 7,340 ആവുള്ളൂ. നമ്മുടെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഓണാഘോഷം നടത്തിയ അടുത്തൊരു ഗ്രൂപ്പ് മീറ്റിംഗില് ഓണാഘോഷത്തെ കുറിച്ച് പറയാം. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. കളിയാനെ പനിനീര്, ഇവിടെ കളിയാനെ പനിനീര്. കണ്ടാക്കായി നീ ഇതുകൊണ്ട് ഇരിക്കട്ടെ, കൊച്ചിനെ കൊണ്ട് അവൾക്ക് വിശക്കില്ലേ. ആരതി വച്ചിട്ടില്ലേ, അപ്പൊ ആരെങ്കിലും എടുത്താലും കുഴപ്പമില്ലല്ലോ, നിനക്കും കഴിക്കാമല്ലോ. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കൊണ്ട്
ചേച്ചി അമ്മയ്ക്ക് കൊടുത്താ ചേച്ചി. ഇവിടെ ഇരിക്കുന്ന തിന്നി അമ്മയുണ്ട് ഉണ്ണിക്കുട്ടുണ്ട്. You shameless creature! Bloody bullshit! ദേ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. കുറച്ച് ചെറുതേ മധുരമുള്ളൂ അത്